ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നേരെ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് പോവാണ്. ലാലേട്ടൻ വന്ന എപ്പിസോഡ് അത്ര സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല എനിക്ക്, കാരണം ആര്യന്റെ എവിക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ആര്യനെ സേവ് ചെയ്യുന്നുണ്ടോ, അത് എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ പറയാം. അതേപോലെ അനുവിനെ റോസ്റ്റിംഗ്, ജിസൈലിന്റെ ഓരോരോ കോപ്രായങ്ങള്, ബിന്നിയുടെ മുഖം മൂടി, ഇതെല്ലാം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ എന്റെ വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആര്യന്റെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഫണ്ടിങ്ങിലൂടെയാണോ ഒരാൾ അവിടെ നിൽക്കേണ്ടത്, അതായത് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു അല്ല കോളേജുകളിൽ പഠിക്കാൻ പോകുമ്പോഴത്തേക്കും മറ്റേ കാശ് കൊടുത്ത് സീറ്റ് ഉറപ്പിക്കുന്ന പോലെയാണോ ബിഗ് ബോസിൽ ഇപ്പോ? അത് ആര്യൻ പറഞ്ഞത് ശരിവെക്കുന്ന രീതിയിലാണ് ബിഗ് ബോസിന്റെ ഓരോരോ ചെയ്തികൾ. ഇത്രയും റേറ്റ് വോട്ടിംഗ് കുറഞ്ഞിരുന്ന് നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്തത് മണ്ടന്മാരാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതാണ് എനിക്ക് ഏറ്റവും ട്രിഗർ ആയ ഒരു സാധനം. ഓക്കെ, പിന്നെ നെക്സ്റ്റിലേക്ക് വരാം. ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അനുവിനെയും ജിസേലിനെയും റോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു. അനുവിനെ ജിസേലിനെ റോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അനുവിനെ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ റോസ്റ്റ് ചെയ്ത് അനുവിനെ കരയിപ്പിച്ചു. ജിസേലിന്റെ മുഖത്ത് മറ്റേ ലിപ്സ്റ്റിക് എന്തിനു തേക്കാൻ പോയി എന്നൊക്കെയുള്ള പറഞ്ഞ് ഭയങ്കരമായിട്ട് ലാലേട്ടനെ അങ്ങോട്ട് കസറായിരുന്നു. പക്ഷെ ജിസേലിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്കിന് ജിസേൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള തണുത്ത മട്ട് ആ തുടക്കത്തിൽ കാണുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നു ജിസേലും ഫണ്ട് മറ്റേ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും റൂൾസ് ബ്രേക്ക് ചെയ്ത ഒരാള്, അല്ലെങ്കിൽ അയാളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ. പക്ഷെ അനുവിനോട് ചോദിച്ച രീതി കണ്ടില്ലേ? ഓക്കെ, വാട്ടമേറ്റീസ് അത് അങ്ങനെ നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പിസത്തിനെ കുറിച്ച് അനു സംസാരിച്ചു. എല്ലാവരും കൂടി എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അപ്പോഴും എന്താ പറയാ, അതിനൊരു പ്രാധാന്യം കൊടുക്കാതെ ഇവിടെ ഗ്രൂപ്പിസം ഉണ്ടോ അതിന് പറയാം, നിങ്ങളെ പല രീതിയിൽ ട്രിഗർ ചെയ്യും, ഗ്യാങ് ആയിട്ട് വരും, ഗ്രൂപ്പിസം ഉണ്ടാവും. അതിന് ബിഗ് ബോസിന് ഒന്നും പറയാൻ പറ്റില്ല. അത് പിന്നെ എന്ത് തേങ്ങയ്ക്കാന്ന് വന്നിരുന്നത്, മറ്റേ പ്രമോയിൽ വന്നിട്ട് സിസ്റ്റർ കാർഡ് എടുക്കാൻ പാടില്ല, ഗ്രൂപ്പ് ഉണ്ടാവാൻ പാടില്ല, അതുണ്ടാവാൻ പാടില്ല, ഇതുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു കുറെ പ്രമോ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ വീണ്ടും എന്ത് ചെയ്തു, അവരുടെ TRP റേറ്റിനെ അത് അഫക്ട് ചെയ്യുമെന്ന് കണ്ടപ്പോൾ നേരെ മറിച്ചു. അതായത് 2 വളർത്തി കാല് ചവിട്ടിയിട്ടുള്ള വർത്താനായിരുന്നു ഇന്ന് ലാലേട്ടൻ പറഞ്ഞത്. അത് രണ്ടാമത്തെ ഡിസപ്പോയിന്റ്മെന്റ്. അനുവിനും ജിസേലിനും പറഞ്ഞത് ഓക്കെ, മൂന്നാമത്തെ. ആദ്യത്തത് നമ്മുടെ ആര്യന്റെ പ്രശ്നം, രണ്ടാമത്തത് ഒരു അനുവിന് കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തുല്യമായിട്ട് കൊടുക്കണം. രണ്ടാമത്തെ അത്, മൂന്നാമത്തത് നമ്മുടെ എന്താ പറയുക ഗ്രൂപ്പിസത്തെ കുറിച്ച് പറഞ്ഞത്. പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇവരുടെ പ്രൊമോയിലൊന്നും വിശ്വസിക്കാറില്ല ബിഗ് ബോസിന്റെ. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊമോ വിശ്വസിച്ച് ഞാനൊരു വീഡിയോ ചെയ്യത്തില്ലെന്ന്. കാരണം പ്രൊമോയിൽ കാണിക്കുന്ന ഒരു കാര്യങ്ങളും ശരിയായിട്ട്, എന്റെ കഴിഞ്ഞ വീഡിയോ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യങ്ങളും എപ്പിസോഡിൽ കാണിക്കത്തില്ല. അത് എന്താ പറയാ, കംപ്ലീറ്റ്ലി അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. അതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആൾക്കാരെ പിടിച്ചിരുത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. നമ്മൾ കണ്ടല്ലേ പറ്റുള്ളൂ, കാണാൻ നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന്റെ തുടങ്ങിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്നെ കണ്ടിട്ടല്ലേ നമ്മൾ നിർത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഏറ്റവും ജെനുവിൻ ആയിട്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അനീഷിനെയാണ്. ഈ ഗ്രൂപ്പിസത്തിന്റെ കാര്യം പറയുമ്പോഴും അനീഷ് എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്, ആര്യന്റെ കാര്യം പറയുമ്പോഴും പറയുന്നുണ്ട്. ആര്യൻ കംപ്ലീറ്റ് നെഗറ്റീവ് തന്നിട്ടുള്ള, ഇന്നേ ഒരു പോസിറ്റീവ് സാധനം തന്നിട്ടില്ല നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ള. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം അനീഷ് പറഞ്ഞേക്കുന്നത്. നിഷ്പക്ഷമായിട്ട് നമുക്ക് പറയാം, അനീഷിനെ ഞാൻ നല്ലൊരു ഗെയിം ആളായിട്ട് കാണുന്നത്. പിന്നെ നല്ല ഹ്യൂമാനിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അനീഷ് എന്ന് പറയുന്നത്. സംസാരിക്കേണ്ടത് സംസാരിക്കുന്നുണ്ട്, സംസാരിക്കേണ്ടാത്തത് പുള്ളി സംസാരിക്കുന്നില്ല. പുള്ളിക്ക് അതിൻ്റെതായ പുള്ളിക്കൊരു നിലപാടുണ്ട്, നിലവാരമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പുള്ളിയുടെ ഗെയിം കളിച്ച് പുള്ളി പോകുന്നുണ്ട്. അതേപോലെ ഗ്രൂപ്പിസത്തിന്റെ കാര്യം അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അനീഷിനോട് ചോദിച്ചപ്പോൾ ഓഫ് കോഴ്സ് അനീഷ് ആരെയും നോക്കിയില്ല, ആരെയും കുസലില്ലാതെ അനീഷ് പറഞ്ഞു അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതാണ് ആക്ച്വലി വേണ്ടത്. അല്ലാതെ ബിന്നിയെ പോലെ മറ്റേ അയ്യോ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല. അനുവിനെ പറയുമ്പം നല്ല പക്ഷവും മോശം പക്ഷവും, അവളെ ഏത് പക്ഷത്താന്ന് അവൾ പറയത്തില്ല, അവൾക്ക് മോശം വേർഡ്സ്. അതേപോലെ വേറൊരു കാര്യമാണ് ട്രിഗർ ചെയ്തത്, ഈ ബിന്നി ഒരു വൃത്തികെട്ട വേർഡ്, ചൈനീസ് വേർഡ് പറഞ്ഞു കൊടുത്തിട്ട് ലാലേട്ടനോട് പറയുന്നുണ്ട് അതെന്ത് തെറിയാന്നുള്ള രീതിയിൽ കോൺവെർസേഷനിൽ വരുന്ന സമയത്ത് അതിനൊരു അർത്ഥമേ ഇല്ല. അക്ബറ പറഞ്ഞു കൊടുത്തത്, ബിന്നിയാണ് ഇത് പറഞ്ഞു കൊടുത്തത്, എന്നിട്ട് അക്ബറ പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞ് കാലുവാരി. അതിന് അർത്ഥമില്ലെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്യുന്നു? പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വേർഡിന് ഇങ്ങനൊരു അർത്ഥം ഉണ്ടെന്ന് എന്തിനു കാണിച്ചു തരുന്നു? അതൊന്നും ക്ലിയർ ആയിട്ട് ചോദിച്ചില്ല. 5ാമത്തെ ഡിസപ്പോയിന്റ്മെന്റ് അതായിരുന്നു എനിക്ക്. രണയ്ക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. രണയ്ക്ക് കിട്ടേണ്ടത് കിട്ടണമായിരുന്നു, അതൊന്നും കൊടുത്തിട്ടില്ല. അതേപോലെ അടുത്ത ആര്യന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആര്യന് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. ആര്യന് കണക്കിന് എന്താന്ന് പറയാ, കൊള്ളിക്കേണ്ടടുത്ത് ലാലേട്ട കൊള്ളിച്ചിട്ടുണ്ട്. കാരണം എന്താ, പുള്ളിക്കിട്ട് ചൊറിഞ്ഞോണ്ട് പുള്ളി തിരിച്ചു ചൊറിഞ്ഞു. അപ്പൊ ആക്ച്വലി ഇത്രയും കാര്യങ്ങളെ അവിടെ നടന്നിട്ടുള്ളൂ. രണയ്ക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ആ വേർഡിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. എന്ത് എപ്പിസോഡായിരുന്നു. ലാലേട്ടന്റെ US പോകാനുള്ള ഫ്ലൈറ്റ് കയറാൻ നിന്നപ്പോഴങ്ങാണ്ട് പിടിച്ചു നിർത്തി വീഡിയോ എടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഒരു പ്രോപ്പർ ഒരു വീക്കെൻഡ് എപ്പിസോഡൊന്നും ആയിരുന്നില്ല അത്. വീക്കെൻഡ് എപ്പിസോഡിൽ
കൊള്ളിക്കേണ്ട ഒന്നും കൊള്ളിച്ചിട്ടുമില്ല. ഓക്കെ, ഇനി ഇതിന്റെ ഒരു മറുഭാഗം ഞാൻ എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആയെന്ന് വിചാരിക്കാം. അനുവിനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ അവിടെ ഒരു ഗെയിം ഉണ്ടായില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആക്ച്വലി ഒറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ബുള്ളിങ് ഒക്കെ കാണിച്ച് TRP ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവര്. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടായാലോ എന്ന് വെച്ചിട്ടാണോ ഇനി ഇങ്ങനെ സംസാരിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അനുവിനോട് സംസാരിച്ച രീതി നമ്മൾ വേറൊരു മൈൻഡിൽ എടുക്കുകയാണെങ്കിൽ, അതായത് നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ആലോചിക്കാനാണ് ശ്രമിക്കുന്നത്. അനു, ഈ ഗ്രൂപ്പീസ് ഒക്കെ ഉണ്ടാവും, നിന്നെ ട്രിഗർ ചെയ്യും, പക്ഷെ നീ എന്ത് ചെയ്യണം? നീ കളിക്കണം, നീ അതൊക്കെ തരണം ചെയ്ത് നീ വരണം, ഇതൊക്കെ ഉണ്ടാവും, അതായത് സ്ട്രോങ് ആവണം എന്ന് ലാലേട്ടൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. പക്ഷെ എന്നാലും ജിസൈലിന് കൊടുത്ത രീതി എനിക്ക് അത്ര ഇതായിട്ടില്ല. ഇനി ഗ്രൂപ്പിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഇത് TRP ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, എന്താ പറയാ, ഗ്രൂപ്പിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ഇനി ഇങ്ങനെ തന്നെ പൊയ്ക്കോ, ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എങ്കിലും നിങ്ങൾ മാന്യമായിട്ട് കളിക്കണം എന്ന് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. കാരണം വേറെ കണ്ടന്റ് ഒന്നുമില്ല. ഈ ബിഗ് ബോസ് തൊട്ട് ടാസ്കും കൊടുക്കുന്നില്ല, അവര് കണ്ടന്റ് അങ്ങനെ ഉണ്ടാക്കണം, അടി ഉണ്ടാക്കിയിട്ടാണ് കണ്ടന്റ് ഉണ്ടാക്കണം. നോർമലി പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടുണ്ടാകുന്ന കണ്ടന്റുകളേ ഉള്ളൂ. അപ്പൊ അത് തന്നെ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് എന്ത് ചെയ്തു ബിഗ് ബോസും വിചാരിച്ചിട്ടുണ്ടാവും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഡയലോഗ് പറഞ്ഞു, ഞാൻ ബിഗ് ബോസിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നിട്ടും എന്നോട് ഇങ്ങനെയാണല്ലോ എന്ന്. അതായത് TRP കൂട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ട് എന്തൊക്കെ കണ്ടന്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ അനു നല്ലൊരു പ്ലേ ആണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അനുവിന്റെ ഗെയിമും കൂടി ആണ് ഇതെന്നുണ്ടെങ്കിൽ ഷീസ് എ ബ്രില്യൻ പ്ലെയർ എന്നേ ഞാൻ പറയുള്ളൂ. ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു നല്ല ഗെയിമാണെന്ന് ഞാൻ പറയുള്ളൂ, മോശമാണെന്ന് ഞാൻ പറയില്ല. കാരണം കഴിഞ്ഞ ആദ്യത്തെ നാളുകളിൽ ആരായിരുന്നു? അനീഷായിരുന്നു കണ്ടന്റ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അനീഷിനെ ഇഷ്ടമായിരുന്നു. പിന്നെ ഷാനവാസിന്റെ മൈൻഡ് ഗെയിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അനീഷിന്റെ മൈൻഡ് ഗെയിം എനിക്ക് ഇഷ്ടമാണ്, അക്ബറിന്റെ പ്ലാനിങ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതൊക്കെ തട്ടിമറിച്ചോണ്ട് ജിസൈലിന്റെ കൂതറ ഗെയിം ഉണ്ടല്ലോ, അത് കയറി വന്നപ്പോഴത്തേക്കിന് ആകെ ഞാൻ ഡിസപ്പോയിന്റഡ് ആയി. അതായത് കളിച്ച് വന്നുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പോയി. അതേപോലെ ജിസൈലിൽ പല മുഖങ്ങളാണുള്ളത്. ഈ ലാലേട്ടനോട് സംസാരിക്കുമ്പോൾ ഒരു കൊഞ്ചി സംസാരം, അനുവിനോട് സംസാരിക്കുമ്പോൾ വേറെ, ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ വേറെ ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ വേറൊരു രീതി, രണയോട് സംസാരിക്കുമ്പോൾ വേറൊരു രീതി, അങ്ങനെ പല മുഖങ്ങളാണ് പുള്ളിക്കാരിക്കുള്ളത്. പുള്ളിക്കാരിയുടെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് നമ്മളൊന്ന് പറഞ്ഞു നോക്കട്ടെ, അപ്പൊ പറയും എനിക്ക് ഭാഷ അറിയാത്തോണ്ടാന്ന്. ആ ഭാഷ അറിയാതെ നല്ല രീതിയിൽ അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങ് മെഴുകും. അതേപോലെ ബിന്നി വന്ന വഴി എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കി പറയാം. ബിന്നി ആദ്യം വന്ന സമയത്ത് ബിന്നിയെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ഈ അക്ബറിന്റെ ഗ്യാങ്ങിലുള്ള ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ബിന്നിയെ കുറ്റം പറയാത്ത ഒരു സമയം പോലും ഉണ്ടായിരുന്നില്ല. ബിന്നി അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈവൻ പരദൂഷണമാണെന്ന് വരെ കഴിഞ്ഞ പ്രാവശ്യം പാരഡിയിൽ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ബിന്നി ഇതിലെല്ലാവരെയും ഒബ്സർവ് ചെയ്ത് ആ സമയത്ത് ബിന്നി ഒരു നിഷ്പക്ഷമായിട്ട് സംസാരിക്കുമായിരുന്നു. കുറ്റം കണ്ടു കഴിഞ്ഞാൽ ആരുടെ ആണെങ്കിലും വിളിച്ചു പറയുമായിരുന്നു, പോയിന്റ് ഔട്ട് ചെയ്യുമായിരുന്നു എല്ലാം. അധികം ശബ്ദം ഇല്ലെങ്കിൽ ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് പുള്ളിക്കാരിയുടെ തനി നിറം പുറത്തു വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ആ ഗ്യാങ്ങിലേക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഗ്യാങ്ങിലേക്ക് ഇൻ ചെയ്യാൻ വേണ്ടി സത്യം പറഞ്ഞ സ്വന്തം വ്യക്തിത്വം വരെ വേണ്ട എന്ന് വെച്ചിട്ടാണെന്ന് തോന്നുന്നു ബിന്നി അതിനകത്ത് കയറിയത്. ബിന്നി ആ ഗ്യാങ്ങിലേക്ക് ചെന്നിരുന്ന് അവന്മാരെ പറയുന്ന എല്ലാം കേട്ട് ബിന്നിയെ താങ്ങുന്നതും ഒക്കെ പറയുന്ന കേട്ടിട്ട് ബിന്നി എന്ത് ചെയ്തു? അവിടെ തന്നെ ഇരുന്നു. ആ ഒരു തൊലിക്കട്ടി വേറെ ആ ഗ്യാങ്ങിൽ ആർക്കും ഇല്ല. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് ബിന്നിക്കാതുള്ളത്. ഇപ്പൊ നമ്മളെ കുറിച്ച് മോശമായിട്ട് 1 പറഞ്ഞു 2 പറഞ്ഞു 3 പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നും ഈ എന്തിനാ നമ്മൾ ഇങ്ങനെ തന്നെ പറയുന്നതെന്നുള്ളത്. അത് ആക്ച്വലി ബിന്നിക്ക് തോന്നില്ല. ബിന്നി അത് സഹിച്ച് ആ ഗ്യാങ്ങിൽ എങ്ങനെങ്കിലും കയറി പറ്റുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ബിന്നി നിന്നിരുന്നത്. ബിന്നി അത് അതുപോലെ തന്നെ ചെയ്തു. ബിന്നി അതിൽ കയറുകയും ചെയ്തു. ഇപ്പൊ ശരത്തിന്റെ അക്ബറിന്റെ മറ്റേ വലത്താന്ന് ഇടത്താന്ന് കൈയാണെന്ന് അറിയത്തില്ല, അങ്ങനെ നിൽക്കാണ്. ബിന്നിക്ക് ഇപ്പോൾ ഒരു നിലപാടും ഇല്ല, നിലവാരവും ഇല്ല. അതായത് ഗ്രൂപ്പിസം ചോദിക്കുമ്പോൾ പറയണം, അവിടെയും ഗ്രൂപ്പിസം ഉണ്ട് ഇവിടെയും ഗ്രൂപ്പിസം ഉണ്ടെന്ന് പറയണം. അവര് തെറ്റാണ് ചെയ്യുന്നെങ്കിൽ അവര് തെറ്റാണ് ചെയ്യുന്ന പറയും. ഇത് അങ്ങും ഇങ്ങും തൊടാതൊരു മറുപടിയാണ് പറഞ്ഞത്. ഒരു ഗ്യാങ് ഉണ്ട്, ഈ ഗ്യാങ് ഉണ്ട്, അവളേത് ഗ്യാങ്ങിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ബിന്നി തന്നെ ഇന്നത്തെ വഴക്കിലും ബിന്നി അവിടെ നിന്നുകൊണ്ട് ആദില നൂറെ കുറ്റം പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ, കാരണം ഇത് ഭയങ്കര ലെങ്തി ആയിപ്പോ. അപ്പോൾ ബിന്നിയുടെ കേസ് അങ്ങനെ, നമ്മുടെ അതേപോലെ രണയുടെ കേസ് അങ്ങനെ. രണ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ആ ഒരു ചൈനീസ് വേർഡ് പറഞ്ഞതൊക്കെ പോലും ഒരു ഇതും ഉണ്ടായില്ല എന്നുള്ളതാ. അതിനെക്കുറിച്ചൊന്നും ഡിസ്കഷനേ വന്നിട്ടില്ല. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു പ്രശ്നമുള്ളതായിരുന്നു. പിന്നെ അതേപോലെ അനുവിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആശ്വസിക്കാൻ ശ്രമിച്ചത് ഇങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കാരണം അനുവിനെ ചിലപ്പം വേറൊരു രീതിയിൽ പുള്ളി അങ്ങനെ ആക്കാൻ നോക്കിയതായിരിക്കാം. പക്ഷെ അനുവിന് അത് മനസ്സിലാവണമെന്നില്ല. അതെന്തായാലും ആ രീതിയിൽ എടുക്കാനും അനു പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് എടുത്തായിരുന്നെങ്കിൽ ഒരിക്കലും അനു പറയില്ലായിരുന്നല്ലോ ഞാൻ നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, എനിക്ക് തരുന്ന കാശിനുള്ള പണി ഞാൻ എടുക്കുന്നുണ്ടെന്ന് അനു പറയില്ലായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്നത്. കൂടുതലും എനിക്ക് എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷനും തരാത്ത ഒരു സാധനമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. പല ആൾക്കാരും വന്ന് കമന്റ്
കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് എന്താ ഇവിടെ നടക്കണേന്നുള്ള രീതിയിൽ. സത്യം എനിക്കും അത് തന്നെ തോന്നി, എന്താ ഇവിടെ നടക്കണേന്നുള്ളത്. അപ്പൊ ഇത്രയുള്ള എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബിന്നിയെ കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പലരും ബിന്നിയെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്ര നല്ലതായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. വന്ന വഴി നോക്കിക്കഴിഞ്ഞാൽ ബിന്നി എന്തൊക്കെ സഹിച്ചിട്ടാ വന്നതെന്നുള്ള നമുക്കറിയാം. ആ ഗ്രൂപ്പിലേക്ക് കയറാൻ വേണ്ടി സ്വന്തം വ്യക്തിത്വം വരെ പണയം വെച്ചിട്ട് വന്ന പോലെയാണ് ബിന്നിയുടെ ഒരുമാതിരി പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ. എനിക്ക് ലിറ്ററലി ഇന്ന് ബിന്നിയുടെ ആൻസർ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ബിന്നിയെ നല്ല രീതിയിൽ വെച്ചിരുന്നതാ, നല്ലൊരു പേഴ്സൺ ആണല്ലോ എന്നുള്ള രീതി വെച്ചിരുന്നതാ. പക്ഷെ ഇന്ന് അത് മൊത്തത്തിൽ പോയപ്പോഴത്തേനും ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ് ആയി. അത് അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.